നമ്മളൊരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നാളെ ഒരു കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ വരുന്നൊരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാകും എന്ന് വിശ്വാസമുള്ള ഒരാൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണും. കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആകുന്ന ഒരാൾ മാത്രമേ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഏത് സംഭവത്തിലും ഗ്രോത്തിൻ്റെ ഏറ്റവും ബാലപാഠങ്ങളിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്ന ആൾക്കാർ എപ്പോഴും ആരുടെയാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ ഫോണിൽ നിന്നാണ് ഔട്ട് ഗോയിങ് കോൾസ് നോക്കുക. നിങ്ങളുടെ ഔട്ട് ഗോയിങ് കോൾ എത്രയാണോ അതിനനുസരിച്ച് ബിസിനസ് വളരുള്ളൂ. നമ്മൾ ആവശ്യക്കാരനാണെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ എത്രയുണ്ട് അതിനനുസരിച്ചേ ബിസിനസ് വളരുള്ളൂ. ഇങ്ങോട്ട് കിട്ടുന്ന ഫോൺ കോൾ ചിലപ്പോൾ നമ്മൾ താഴെ ടീമിലുള്ളവർ വിളിക്കുന്നുണ്ടാവും, നമ്മുടെ അപ്ലൈയും വിളിക്കുന്നുണ്ടാവും. ഇതൊന്നും നമ്മളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് കൂട്ടുകയില്ല. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ എത്രയുണ്ട് അതാണ് യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ആ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ ടീമിൽ നമ്മളൊരു ശരീരമാണെന്ന് കൂട്ടുക. ഇതിനകത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഫ്ലോ കറക്റ്റ് ആവണം. നമ്മൾ മുകളിൽ നിന്ന് കിട്ടുന്ന താഴോട്ടും താഴെ നിന്ന് കിട്ടുന്ന മുകളിലേക്ക് ഈ ഫ്ലോ എങ്ങും ബ്ലോക്ക് ആവാതെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടീം വളരുള്ളൂ. നമ്മളൊരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ നാളെ ഒരു കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ വരുന്നൊരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാകും എന്ന് വിശ്വാസമുള്ള ഒരാൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണും. കാരണം അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതുപോലത്തെ ഒരു ബിസിനസ്സിനകത്ത് പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ ടു കാഷ്വലായി പോകും. അതെന്തായാലും അങ്ങേരുടെ കൂടെ ബിസിനസ് അല്ലേ, അങ്ങേര് മെസ്സേജ് അയക്കുന്നത് അല്ല അങ്ങേര് വിളിക്കുന്നത് അങ്ങേരുടെ കച്ചവടം നടത്താനോട് കൂടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് വലിയൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെ വിളിച്ചിട്ടെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുള്ളി പിന്നെ വിളിച്ചോളും. 2 പ്രാവശ്യം വിളിച്ചിട്ടെടുത്തില്ലേ പുള്ളി പിന്നെ വിളിച്ചോളൂ എന്ന് നമുക്കറിയാം. കാരണം അങ്ങേരുടെ കൂടെ ബിസിനസ് ആണല്ലോ. ഈ ഒരു കാഷ്വൽ ഒരിക്കലും നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ മിസ്ഡ് കോൾ കണ്ടാൽ വിളിക്കണം. ചില ആൾക്കാർ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഏരിയയിൽ വളരെ ശ്രദ്ധിക്കണം. ചില ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ 256 മിസ്ഡ് കോൾ. അവർ സൈലൻ്റ് ഇട്ടാൽ പിന്നെ തിരിച്ചാക്കിയാൽ പിന്നെ സൈലൻ്റ് ഇടാൻ അറിയാൻ മേല, ഓഫ് ആക്കിയാൽ പിന്നെ ഓൺ ആക്കത്തില്ല, ഓൺ ആക്കിയാൽ പിന്നെ ഓഫ് ആക്കത്തില്ല. ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ഇത് മാറണം. കാരണം ചില ആൾക്കാർ ഓഫ് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ മൊബൈൽ ഓഫ് ചെയ്യാൻ എവിടെയെങ്കിലും പറഞ്ഞു പോയെങ്കിൽ പിന്നെ ചിലപ്പോൾ 4 ദിവസത്തേക്ക് പിന്നെ മൊബൈൽ ഓഫായിരിക്കും, പിന്നെ ഓൺ. എന്നാൽ ഇതുവരെ തന്നെ ബെല്ലടിക്കാത്തെന്ന് ചിന്തിക്കത്ത് പോലുമില്ല. എന്നാൽ ചില ആൾക്കാർ സൈലൻ്റ് ഇടുന്നത് അവിടെ കിടക്കും. പിന്നെ 256 മിസ്ഡ് കോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പിലുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുള്ളൂ. ഇങ്ങനെയൊന്നും ഉള്ള ആൾക്കാരുടെ കൂടെ ഒരിക്കലും ടീം നിൽക്കത്തില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആകുന്ന ഒരാൾ മാത്രമേ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 24 hours ഒരു പ്രശ്നം വന്നാൽ 24 മണിക്കൂർ അയാളെ വിളിച്ചാൽ രാത്രി 2 മണിക്കാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാളെ ഫോണിൽ റെസ്പോൺസിബിളാണ്. വിളിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ ഉടനെ അദ്ദേഹത്തിന് തിരിച്ചുള്ള കോള് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരാൾ. കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ മറക്കും. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒരു ഓക്കെ എങ്ങനെ അബദ്ധം പറ്റി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഓക്കെ സ്ട്രൈറ്റ് അഡ്രസ്സ് ചെയ്യുക. നമുക്ക് ഒരാളോട് ഒരു കാര്യം പറഞ്ഞു നമുക്ക് സാധിച്ചില്ലെങ്കിൽ സ്ട്രൈറ്റ് എനിക്ക് സാധിച്ചില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ആരും കൊന്നിട്ടും ഒന്നുമില്ലല്ലോ. ആളെ കൊന്നാൽ പോലും അങ്ങനെയൊന്നും സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവർ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ചില ആൾക്കാരുണ്ട് അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ കംപ്ലീറ്റ് കട്ട് ഓഫാണ്, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഇത് അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരെ എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്. അവർ ടീം ബിൽഡ് ചെയ്ത് പകുതി വരെ എത്തിച്ചതിന് ശേഷം പിന്നെ അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം വരും, അവർ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ഓഫ് ആവും. വന്ന ടീം മുഴുവൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സാരമില്ല സാറേ, നമുക്ക് ഇവിടെയാണ് ആളില്ലാത്ത വേറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാർ ബിൽഡ് ചെയ്യും. പാതി കഴിയുമ്പോഴത്തേന് അവരെന്തെങ്കിലും പേഴ്സണൽ പ്രശ്നത്തിൽ വരും. പേഴ്സണൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കാത്തവരുടെ കൂടെ ആരും നിൽക്കത്തില്ല. അല്ല തിരിച്ച് വിളിക്കാത്തവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ ആൾക്കാർ ലോങ് ടൈമിൽ, കാരണം ഇതൊരു ലോങ് ടൈം പാർട്ണർഷിപ്പാണ്, ഷോർട്ട് ടൈം ഗെയിമാണ്. നമ്മൾ ഫുട്പാത്ത് കച്ചവടം നമ്മളെപ്പോഴും പറയല്ലേ, നമ്മൾ ഇതിൻ്റെ ഉത്സവ കച്ചവടത്തിനും പെരുന്നാൾ കച്ചവടത്തിനാണെങ്കിൽ കുഴപ്പമില്ല, 1 ടൈം കച്ചവടം നടത്തിയിട്ട് പോവുകയാണ്. ഒരു ലോങ് ടൈം ജേർണിക്കകത്ത് ഒരിക്കലും നമ്മൾ ഈ വക കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് ആവുക, അതിനകത്ത് ഒരു ഡൈലൂഷനും വരുത്താതിരിക്കുക.